നമ്മൾ നമ്മുടെ ക്ഷേത്രം എത്രത്തോളം വൃത്തിയാക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നു. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായിരിക്കണം. വൃത്തിയാക്കി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ശുദ്ധമായിരിക്കണം. നമ്മുടെ വീടുകളൊക്കെ അന്നേരം അവിടെ നന്നായി വൃത്തിയാക്കിയിട്ട് അവിടെ നോൺ വെജ് കയറ്റരുത്. നോൺ വെജാണ് ഏറ്റവും വലിയ അശുദ്ധി. നോൺ വെജ്, ഉള്ളി, വെള്ളുള്ളി, ലഹരി പദാർത്ഥങ്ങൾ, ഇതെല്ലാം അശുദ്ധിയാണ്. അന്നേരം നമ്മൾ ചുമ്മാ അഴുക്കും പൊടിയും മാത്രം വൃത്തിയാക്കിയാൽ പോരാ, ഇങ്ങനെയുള്ള അശുദ്ധികളെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ വീട് തന്നെ ഒരു അമ്പലമായിട്ട് മാറും. പിന്നെ എത്രത്തോളം നമ്മൾ ഭഗവാന്റെ ക്ഷേത്രം ശുദ്ധമാക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയം ശുദ്ധമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് അഴുക്കിരിക്കുന്നു. കാമക്രോധ മോഹലോഭ മത മത്സരാദികളൊക്കെ. അന്നേരം ആ അശുദ്ധികളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ശാന്തരാവും, സന്തുഷ്ടരാവും. ഇപ്പോൾ നമ്മൾ അശാന്തരായിട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന്. നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴും സന്തോഷിച്ചിരിക്കേണ്ടവരാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ആ സന്തോഷം കിട്ടുന്നില്ല? നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ കുറേ കാമക്രോധ മോഹലോഭ മത മത്സരാദികളുണ്ട്. എപ്പോഴാണോ നമ്മൾ അതിൽ നിന്നും മുക്തരാകുന്നത്, അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനം കിട്ടും. നമ്മൾ എപ്പോഴാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, ഭഗവാന്റെ ലീലകൾ ചർച്ച ചെയ്യുന്നത്, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത്, അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ഹൃദയം പരിശുദ്ധമാണ്.